ഞാൻ മിക്ക ദിവസം കടലിൽ പോയി കൊണ്ടുവരുമ്പോൾ കടലിൻ്റെ കൂടെ തന്നെ ഈ തിരമാലയെ കൂടെ കടലിൽ മിക്ക ദിവസം നമ്മൾ ഓടുന്നത് നമ്മൾ ദിവസം പേടിച്ച് തന്നെ ഇതിൽ പോവുകയും ചെയ്യുന്നത്. കൂടുതൽ ഈ 3-4 മാസമാണ് പ്രശ്നം. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസമാണ് പ്രശ്നം. ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ കടലെടുത്തിൽ കുറവ് ശാന്തതയായിരിക്കും. ഈ തൊഴിലാളിക്ക് ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകാനൊന്നും നമുക്ക് അസ്വസ്ഥയായിരിക്കും. പക്ഷേ ഈ ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ ജാക്കറ്റ് ഇതൊക്കെ കൊണ്ടുവന്നത് അത് നമ്മൾ ബോട്ടിൽ വെച്ചിരുന്നിട്ട് നമ്മൾ അത് എല്ലാ വള്ളത്തിലും കാണണമെന്നില്ല, എല്ലാ ബോട്ടിലും കാണണമെന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ അത് ഇവരാണ് നോക്കേണ്ടത്. ഈ കോസ്റ്റൽ കാലീസാണ് ഈ കാറ്റ് മഴ ഉള്ള സമയം ഈ വള്ളങ്ങളിലൊക്കെ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞ് നോക്കേണ്ടത് അവരുടെ കടമയാണ്. അവർ ജസ്റ്റ് കടലടി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നത് കടലടി ഉണ്ട് വേണ്ട പോകണ്ട, അവർ അത് നല്ല രീതിയിൽ നോക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ വള്ളത്തിലും നോക്കിയിരുന്നെങ്കിൽ ഒരുവിധം ആൾക്കാർ ഇത് എടുത്തിട്ടൊക്കെ രക്ഷപ്പെട്ട് അത് ഒരുവിധം. ചേട്ടാ, ഷിജിൻ ഉൾപ്പെടെ മുതലപ്പുഴ എടുത്ത ജീവൻ എന്ന് പറയുന്നത് എണ്ണുന്നതിനപ്പുറത്തേക്കാണ്. പല ബോഡികളും ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോഴും പറയുന്നു. ഇപ്പോൾ പണിക്ക് പോകുന്ന ആളാണ്, എന്താണ് ശരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? പറഞ്ഞ് മടുത്തതാണെങ്കിൽ ഇനി അവിടെ എന്ത് മാറ്റം വന്നാൽ നിങ്ങൾക്കൊരു സുരക്ഷ ഉണ്ടാവും? അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർബർ ഒത്തിരി വികസനമുണ്ട്, വീതി ഉണ്ടായിരിക്കണം. ഇതൊരു ചെറിയ ഒരു ഇതാണ്. അപ്പം നമുക്ക് ഈ മണ്ണുണ്ട, അവിടെ മണ്ണ് കൂടി കിടക്കുക. അപ്പം മണ്ണ് നല്ല രീതിയിൽ എടുക്കണം, വർഷം തോറും മണ്ണെടുക്കണം. ഈ കടലടി ഇല്ലാത്ത സമയങ്ങളിൽ മണ്ണെടുത്തിരിക്കണം. മണ്ണെടുത്താലേ ഈ കടലടി വരണ സമയമാകുമ്പോൾ മണ്ണിൻ്റെ ഇത് കുറയുള്ളൂ, ഈ തിരമാല കുറയുള്ളൂ. ഈ മണ്ണെടുക്കാതിരിക്കും കാലം തൊട്ട് അവിടെ ഇത് എടുക്കുമല്ലോ. ഈ അദാനിയുടെ ഒരു കല്ലടിക്കുന്ന ഒരു ടൈമിന് മാത്രമാണ് മണ്ണെടുത്തത്. ആ സമയം കടലടി കുറവായിരുന്നു. ഇപ്പം അതിനുശേഷം അവർ ആ കല്ലടിക്ക് ഇതിന് സ്റ്റോപ്പാക്കി വെച്ച് നിർത്തിയ ശേഷം അതിനുശേഷം ഇതുവരെ മണ്ണെടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നല്ല രീതിയിൽ താഴ്ച കുറവാണ്. താഴ്ച കുറവായതുകൊണ്ട് ഈ കടലടി അടിക്കും. പിന്നെ ഈ ഹാർബറിൻ്റെ വികസനം ഇത് പോരാ. ഇവരിപ്പം തന്നെ ആ വളച്ചിരിക്കുന്ന ആ കല്ല് തന്നെ അവരത് കുറച്ചുകൂടെ നീട്ടാണ്ടായിരുന്നു. അത് അവരുടെ അസാധ്ര മൂലമാണ് അവരുടെ പെട്ടെന്ന് ഈ കടൽ ഈ വർഷത്തെ കടൽ അടിക്കാതിരിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് വളച്ചെന്നാണ് അവർ പറയുന്നത്. അത് വളച്ച് അത് ക്ലിയർ അല്ല. അപ്പം ഇവർ ഈ ചെയ്യുന്ന ഈ മണ്ടത്തരത്തിൽ വേലകളാണ് ഈ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ചെയ്യേണ്ട പഠനം അനുസരിച്ച് അത് ചെയ്തിരിക്കണം. മത്സ്യത്തൊഴിലാളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും ഇവരുടെ പഠനം നോക്കിക്കൊണ്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ ഹാർബറിൽ എത്രത്തോളം ഹാർബർ വീതി ഉണ്ടായിരിക്കുമോ അത്രത്തോളം കടലടി തിരമാലകൾ കുറഞ്ഞിരിക്കും. പിന്നെ എല്ലാ വർഷങ്ങളും മണ്ണെടുത്തിരിക്കണം. മണ്ണ് മസ്റ്റായിട്ട് അത് മാറ്റിയിരുന്നാലേ അവിടുത്തെ ഇതിന് പരിഹാരമാവുകയുള്ളൂ. അല്ലാതെ ഇതിന് ഒരു പരിഹാരം ആവത്തില്ല. ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഇവർ ഈ കല്ല് ഇങ്ങനെ നീട്ടിയാലും ഈ കടൽ കൂടുതൽ ഇവിടെ നിന്ന് വരുന്നത് ഇങ്ങന്നാണ്, ഈ മേലാന്നാണ് ഈ കടൽ ഇങ്ങ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഈ കടൽ ഈ കല്ല് ഇങ്ങോട്ട് വളച്ചുകൊണ്ട് ഈ സാധനം കൂടുതൽ ഇങ്ങന്നേ വരത്തുള്ളൂ. ഇത് മാറ്റി തിരിച്ചാണ് കറക്കിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കടലടി ഇവിടെ പ്രശ്നം വരത്തില്ല. പിന്നെ ഈ കായലിൻ്റെ ഒഴുക്ക് ചിലപ്പോൾ എനിക്കറിയത്തില്ല, അത് എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അതാ പഠിച്ച ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അവർ പഠിച്ച രീതിയിലാണ് ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര 200 മീറ്റർ എന്തോരം നേരെ നീട്ടിയിട്ടാണ് ഇത് കറക്കാനുള്ളത്. അത് അവർ പകുതിയിലാക്കി വെച്ചിട്ട് അവരത് കറക്കിയത്. അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ അസാധ്യമായ ഒരു പരിഹാരത്തിന് വേണ്ടി ചെയ്യണമല്ല, അവർക്ക് ആവശ്യത്തിന് വേണ്ടി അവർ പെട്ടെന്ന് തീർക്കേണ്ട ഒരു പരിപാടിയാണ്. അതിൽ അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. പണിക്ക് പോയപ്പോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ? ഞാൻ മിക്ക ദിവസം കടലിൽ പോയി കൊണ്ടുവരുമ്പോൾ കടലിൻ്റെ കൂടെ തന്നെ ഈ തിരമാലയെ കൂടെ കടലിൽ മിക്ക ദിവസം നമ്മൾ ഓടുന്നത് നമ്മൾ ദിവസം പേടിച്ച് തന്നെ ഇതിൽ പോവുകയും ചെയ്യുന്നത്. കൂടുതൽ ഈ 3-4 മാസമാണ് പ്രശ്നം. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസമാണ് പ്രശ്നം. ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ കടലെടുത്തിൽ കുറവ് ശാന്തതയായിരിക്കും. ഈ 4 മാസമാണ് ഒത്തിരി കറക്റ്റായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഈ കല്ലിൻ്റെ അടുത്തുള്ള ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഈ ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളിക്ക് കടൽ വള്ളം മറിഞ്ഞ് കയറാനുള്ള സമ്പ്രദായങ്ങൾ ഒന്ന് സെറ്റാക്കി വെക്കുക. ഈ ബോയായോ അല്ലെങ്കിൽ ഈ കല്ലിലൊക്കെ മറ്റേ കമ്പി വല ഇങ്ങനെ പിടിച്ച് ഈ കല്ലിൽ പിടിച്ച് കയറാനുള്ള സമ്പ്രദായങ്ങൾ ഒന്ന് വെക്കുക. എന്നാൽ ഈ വള്ളം മറിഞ്ഞ് പോണ മത്സ്യത്തൊഴിലാളിക്ക് ഒരു നീന്തി കയറാനുള്ള ഒരു വിശ്വാസം കാണും. അല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കൂടുതൽ ഇവിടെ പോകുന്നത് പേടിച്ചാണ് പോകുന്നത്. തിരമാലയിൽ നമ്മൾ ഈ കൂടുതലും ആൾക്കാർ മരിക്കുന്നത് തിരമാലയിൽ പേടിച്ചാണ് കൂടുതൽ ഈ ആൾക്കാർ ഇവിടെ മരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഒന്ന് സെറ്റാക്കി വെക്കുക. ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അത് ധരിച്ചല്ല പോകുന്നത്. കാരണം മത്സ്യത്തൊഴിലാളിക്ക് ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകാനൊന്നും നമുക്ക് അസ്വസ്ഥയായിരിക്കും. പക്ഷേ ഈ ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ ജാക്കറ്റ് ഇതൊക്കെ കൊണ്ടുവന്നത് അത് നമ്മൾ ബോട്ടിൽ വെച്ചിരുന്നിട്ട് നമ്മൾ അത് എല്ലാ വള്ളത്തിലും കാണണമെന്നില്ല, എല്ലാ ബോട്ടിലും കാണണമെന്നില്ല. അത് ഗവൺമെൻറ് ഇവരാണ് നോക്കേണ്ടത്. ഈ കോസ്റ്റൽ കാലീസാണ് ഈ കാറ്റ് മഴ ഉള്ള സമയം ഈ വള്ളങ്ങളിലൊക്കെ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞ് നോക്കേണ്ടത് അവരുടെ കടമയാണ്. അവർ ജസ്റ്റ് കടലടി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നത് കടലടി ഉണ്ട് വേണ്ട പോകണ്ട,
അവർ അത് നല്ല രീതിയിൽ നോക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ വള്ളത്തിലും നോക്കിയിരുന്നെങ്കിൽ ഒരുവിധം ആൾക്കാർ ഇത് എടുത്തിട്ടൊക്കെ രക്ഷപ്പെട്ട് അത് ഒരുവിധം വരുമായിരുന്നു. ഇത് കൊണ്ടുപോകണമെന്നുണ്ട് ഗവൺമെൻറ് നിയമമുണ്ട്. പക്ഷേ തോല വള്ളങ്ങളിലൊക്കെ ഇതൊക്കെ കുറവാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞത് ഇതൊക്കെ തോന വള്ളത്തിൽ കുറവാണ്, കൊണ്ടുപോകണമെന്നുണ്ട്. അത് ഗവൺമെൻറ് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി അതവർ പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് ഉപയോഗിച്ച് ജോലി ടൈമിന് ഉപയോഗിക്കാൻ പറ്റാത്ത പാടാണ്. കാര്യം നമുക്ക് അത്ര നമ്മൾ ഇട്ടിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ നമുക്ക് നമ്മൾ കടലടിയിലൊക്കെ ഒറ്റ ബന്യനും ഒറ്റ തോർത്തൊക്കെ ഉടുത്തിട്ടാണ് കൂടുതൽ. കാര്യം എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ നോക്കണം. നീന്തൽ അറിയുന്ന ആൾക്കാർ, നീന്തൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജാക്കറ്റ് ഇട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ മത്സ്യബന്ധനത്തിന് പോകുന്നതെന്നുള്ളൊരു വിമർശനമുണ്ട്. അപ്പോ ഈ മുന്നറിയിപ്പിന്റെ കാര്യം എങ്ങനെയാണ്? മുന്നറിയിപ്പ് ഇവിടെ തരുന്നുണ്ട്, ചില ടൈമിന് തരുന്നുണ്ട്. ചില ടൈമിന് എനിക്ക് ഇന്ന് സംഭവിച്ചതിൽ അവർ തന്നില്ല, 100% തന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുൻകൂട്ടി അവിടെ ഈ ബോട്ടുണ്ടല്ലേ, 2 ഡക്കും ഉണ്ട്, ഒരു പോലീസ് ബോട്ടും ഉണ്ട്. അത് അവിടെ ആ പാലമുണ്ട്, ഈ ഹാർബറിലൊരു പാലമുണ്ട്, അവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഈ വർണ്ണ വള്ളങ്ങളിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യും, ഇതിൽ ഇത് സാധനം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറ ഇത് പറ്റൂല. നിങ്ങളത് കേട്ടെന്നുണ്ടെങ്കിൽ അവർ ലൈസൻസ് കട്ടാകും. മനസ്സിലാവണം? നിങ്ങൾ പറഞ്ഞ അവർ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടാണ് ഈ കാറ്റ് മഴ ഉണ്ടായിരുന്നാലും അവർ കാണും. കാര്യം കടലോട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ കടലില്ലാതൊന്നും പറ്റത്തില്ല. ഈ ഹാർബർ ഇവിടെ വേണം മുന്നേ നമ്മളെ തീരദേശങ്ങളിലും നമ്മൾ ഈ കടലടി സമയം തന്നെ നമുക്ക് പോകണം. കാര്യം ആ സമയമാണ് ഒന്നുമില്ല കിട്ടുന്നത്, മത്സ്യം കിട്ടുന്നത് നമുക്ക് ഈ 3 മാസത്തിലാണ് വല്ലതും കിട്ടുന്നത്. ഈ കണവ, ഈ കൊഞ്ചുകളൊക്കെ വരുന്ന ആ ടൈമാണ്. അപ്പം നമ്മൾ ഈ കടപ്പുറ സൈഡായിരുന്നില്ല. ഇപ്പം ഈ ഹാർബർ പറഞ്ഞ മുന്നേ നമ്മൾ കടൽ സൈഡിൽ നമ്മൾ അന്ന് തന്നെ അതേ കണക്കിന് ഈ ജാക്കറ്റ് ഒന്നും കൊണ്ടല്ല നമ്മൾ പോകണം. നമ്മൾ ഒറ്റ തോർത്തും ഒരു ഇത് ഇട്ടിട്ട് ടീഷർട്ട് ഇട്ടിട്ടാണ് അന്ന് നമ്മൾ പോകണത്. അന്ന് നമ്മൾ ഈ ഇവിടെ കടലടി പോയപ്പോൾ ഇത്ര മരണങ്ങളും സംഭവിച്ചിട്ടില്ല. അന്ന് നമ്മൾ ഒരു ഇതിൽ നമ്മൾ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ഇതിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അതേ കണക്കാണ് നമ്മൾ ഹാർബറിലും പോണത്. അവർ പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ട്, ഒരു ലോൺ അടയ്ക്കാനായിരുന്നാലും ബാക്കിയുള്ള കാര്യത്തിനായിരുന്നാലും എല്ലാത്തിനായിരുന്നാലും ബുദ്ധിമുട്ട്. ഇവർ പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ ശമ്പളം നമുക്ക് നമ്മൾ ഫിഷറീസിൽ തന്നെ 1500 രൂപ അടച്ചാലാണ് 4500. അത് തരണത് ഓരോ കെടുവിനാട്ടോ. 1500 രൂപ അടച്ചാൽ അവർ തരണത്. അപ്പം നമുക്ക് എവിടെ ഇത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറയുന്നതിൽ ഇനിയിപ്പോൾ ഷിജിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ അവസ്ഥ എന്താണ്? അത് ഗവൺമെൻറ് നോക്കണം, ഗവൺമെൻറ് അത് ചെയ്യണം. അത് ഗവൺമെൻറ് മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ട് എന്തോരാണോ അത് ഗവൺമെൻറ് മനസ്സിലാക്കി അത് അവർക്ക് ചെയ്യണം. അതാണ് നമ്മൾ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു രാഷ്ട്രീയവൽക്കരണമൊക്കെ കാണുന്നുണ്ടല്ലോ. ശരിക്കും അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടക്കം മുതൽ സജീവമായിരുന്നോ? തുടക്കം സജീവമല്ലായിരുന്നു. ഇപ്പം നമ്മൾ പാർട്ടിയായിട്ടോ അങ്ങനെ അറസ്റ്റായിട്ട് പറയണമല്ല, തിരച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ട്. 2-3 ദിവസം ഞാൻ ഫുള്ളായിട്ട് അവിടെ ഈ മരണം അറിഞ്ഞ് ഞാൻ രാത്രി 9:30 അവിടെ പോയി ഞാൻ കണ്ട് 9:30 മണി തൊട്ട്. അന്നേരം നല്ല കാറ്റും മഴയുണ്ട്, എനിക്ക് തന്നെ നിൽക്കാൻ പറ്റാത്ത കാറ്റും മഴയായിരുന്നു. ആ 9:30 മണി തൊട്ട് ഞാൻ അവിടെ 3:30 മണി വരെ ഉണ്ടായിരുന്നു. 3:30 മണി വരെ. അന്ന് ആ 3:30 മണി വരെ ഞാൻ ചെന്ന സമയം ഒരു പോലീസ് ബോട്ടുണ്ടല്ലേ, അത് ആ പാറത്തിൻ്റെ അടിയിൽ കിടക്കുക. അവർ ഈ കാറ്റും മഴയോടെ പിന്നെ അവർ അതിന് മുന്നേ പോയി നോക്കിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോയ സമയമൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഈ അപകടം സംഭവിച്ച വള്ളം തന്നെ അന്ന് ഒരു 12 മണിയാകുമ്പോൾ ഒരു വലിയ ടോർച്ചും മേടിച്ചിട്ട് അവർ ആ കല്ലിൻ്റെ അടുക്കയൊക്കെ വന്ന് നോക്കി. ഞാൻ അന്ന് കല്ലിൻ്റെ മേളിൽ അങ്ങേറ്റത്തെ കല്ലിൻ്റെ മുള്ളു ഭാഗം ഞാൻ അവിടെ 3:30 മണി വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കണ്ണിൽ കിട്ടിയില്ല. കാര്യം എവിടെയെങ്കിലും ഇപ്പോൾ ബോധമില്ലാതെ കയറി കിടക്കുവാണെങ്കിൽ അങ്ങനെയെല്ലാം പറ്റുന്നു. ഞങ്ങൾ ആ കല്ലിൻ്റെ അരുവിലെല്ലാം നോക്കിയാൽ കാറ്റും മഴ, കണ്ണുറക്കാൻ പറ്റാത്ത കാറ്റും മഴയത്ത് നമ്മളവിടെ നോക്കി. പക്ഷേ നടന്നിട്ടില്ല. ഇവർ പിന്നെ അവിടെ ആ പാടത്തിനടുക്ക് കിടന്ന് ഇതാക്കിയില്ല. അവർ രാത്രി വന്നെന്ന് പറയുന്നു, പക്ഷേ ഞാൻ കണ്ടില്ല. രാത്രി വന്നെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ അന്നേരം ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മൾ പോയി ഇവരുടെ അടുത്ത് പോയി കേൾക്കണം, ഇത് അന്വേഷണം എന്ത് വരാം. ഞാൻ രാവിലെ ഇപ്പുറത്തെ പുലിമുട്ടിൽ പോയി തെക്കുറത്തെ ഇവിടുത്തെ മേലാപ്പുറത്തെ പുലിമുട്ടിൽ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. അന്നേരം അവിടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം 4-5 വള്ളങ്ങൾ ഇങ്ങനെ അകത്തോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അവരുടെ ആൾക്കാർ മൊത്തം അവരെ പറഞ്ഞു വിടുകയാണ്, ഇവിടെ പിടിക്കാൻ പാടില്ല, നിങ്ങൾ വിഴിഞ്ഞത്തോ വേറെ എവിടെയെങ്കിലും മരിയനാട് ഇവിടെ നല്ല കടലടി കൊണ്ട് കയറാൻ പറ്റില്ലെന്ന് പറയും. അത് കഴിഞ്ഞ് അന്നാണ് ഇവർ വരുന്നത്. ഇവർ പിന്നീട് 6 മണി 5:30 മണിയായപ്പോൾ അവിടെ 6 മണിയായപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവരിനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അവരെ തിരക്കണമെന്ന് ആവശ്യമുണ്ട്, നിങ്ങൾ കോസ്റ്റ്മോ പോലീസിൽ പോയി അവിടെ പോയി നിന്ന് കേൾ കാര്യം എന്താണെന്ന് അവരെ അന്വേഷിച്ച് നോക്കാൻ പറ. അവരെ കാര്യം കടലടിക്ക് നമ്മളിവിടെ നിന്ന് ആർക്കും പോകാൻ പറ്റത്തില്ല, അവർക്കും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഹാർബർ കടലടിക്കാത്ത ഹാർബറിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, നേവിയുടെ സാധനവും ഫോട്ടോ അതൊക്കെ ഇവിടെ വന്നില്ല നേരം വെളുത്തിട്ടും. അതാണ് നമ്മുടെ ചോദ്യം, എന്തുകൊണ്ടാണ് അവരെ വരാത്തത്? അന്ന് അവരത് ഊർജ്ജത്തോടെ അവർ നോക്കിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ല. അന്ന് പിന്നെ MLA ഇവരൊക്കെ വന്ന് സംസാരിച്ച് എൻ്റെ ഒരു ഉദ്ദേശം 3 മണി അടുപ്പിച്ചേ, 2:30 മണി 3:30 മണിയാവും വൈകുന്നേരം രാത്രി 8:30-9 മണിക്ക് പറഞ്ഞ
കംപ്ലൈൻറ്റ് കൊടുത്ത സാധനം വന്നത് 3:30 മണിക്ക്. അവർ രാവിലെ പറഞ്ഞത് കാലാവസ്ഥ കംപ്ലൈൻ്റ് ആണ്, അവർ ബോട്ടിന് പേപ്പറില്ല, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. പേപ്പറില്ലെന്ന് വെച്ചാൽ അവർക്ക് ലൈസൻസ് ഇൻഷുറൻസിൻ്റെ പേപ്പർ കാലാവധി 31-ാം തീയതി കഴിഞ്ഞ് പിന്നെ അവിടെ അന്ന് വിടിഞ്ഞതാർ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ്, അവിടെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് അന്ന് ആംബുലൻസ് വിട്ടത്. ഒരു ഇൻഷുറൻസ് പുതുക്കാൻ 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ മതിയാവില്ലേ? ഗവൺമെൻറ്റുകാർ വിചാരിച്ച് എന്താണ് നടക്കാത്തത്? ഇത് സ്വന്തമാക്കി ഇടണം. ഇത് എന്തിനാണ് ഈ വർഷക്കണക്കിന് ഇത് പുതുക്കണം? അത് കട്ടാവണമെന്നുണ്ടെങ്കിൽ 4 ദിവസത്തിന് മുന്നേ നിങ്ങളത് പുതുക്കി വയ്ക്കുക. ഈ നമ്മളെ ഫിഷറീസ് ഇപ്പോൾ ഇവിടെ തന്നെ ഫിഷറീസിൽ തന്നെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, എന്താ മറ്റേ SS എന്ന് പറയും, ഒരു ഷോപ്പ് ബട്ടൺ നോക്കി 24 മണിക്കൂർ അവർ വരുമെന്ന് പറയണം. ഇതാണ് കാലാവസ്ഥയിൽ ഇവർ വന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വരണം ചോദിക്കുന്നത്? ഇവർ സാധാരണ എപ്പോൾ പറയും 24 മണിക്കൂർ ഏത് കാലാവസ്ഥയിൽ നിങ്ങൾ ആ ബട്ടൺ നിറയും, നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നിറയ്ക്കാൻ നിങ്ങൾ വരുമെന്ന് പറയാം. എവിടെ നിങ്ങൾ വരും? നിങ്ങൾ ആ നേരം പറയും ഡീസൽ ഇല്ല, പെട്രോൾ ഇല്ല എന്നൊക്കെ തന്നെ നിങ്ങൾ ആ നേരം പറയും. മത്സ്യത്തൊഴിലാളിക്ക് ഒരു ആവശ്യം എന്ന് വെച്ചാൽ 24 മണിക്കൂർ പ്രവർത്തനം അറിയണം. ആ നേരം നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പരാതികൾ കേൾക്കാനല്ലേ ഞങ്ങളിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ അവർ തിരിഞ്ഞു നോക്കാത്തതിന് ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള വാഹനങ്ങളടക്കം ഇല്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് പറയുന്നത്. മുതലപ്പൊടിയിലില്ല, അതിനുള്ള ഇതില്ല, അതിനുള്ള സാധനങ്ങൾ വരുത്തിയിരിക്കണം, എന്നാൽ തന്നെ അവർ നോക്കുള്ളൂ. അത് കാര്യമാണ്. അതിനുള്ള ഇതൊന്നും ഇല്ല. നമ്മൾ വേറെ ഹാർബറിലുള്ള കണക്ക് അവർക്ക് ഈ നോക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അവർക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഒരു സാധനം അത് ആ കല്ലിൻ്റെ അടുക്ക് കിടക്കണമല്ലാതെ അത് പുറത്ത് വരത്തില്ല. അത് നല്ല രീതിയിൽ കടൽ ശാന്തമായാലും അവർ പുറത്ത് വരും. പക്ഷേ ആ എയർ സാധനം കൊടുത്തിരിക്കണ കടലടിക്ക് പുറത്ത് വരാൻ വേണ്ടി അത് കൊടുത്തിരിക്കുന്നത് ആ എയർ ബോട്ടെന്ന് പറയുന്നത്. സാധാ ബോട്ടല്ല, അത് എയർ ബോട്ടാണ്. ആ എയർ ബോട്ട് പുറത്ത് വരാനുള്ള അധികാരമുണ്ട് കടലടി നിന്നാൽ. പക്ഷേ അവർ സ്വയരക്ഷ, അവർ സംരക്ഷണം നോക്കി അവരത് വരുന്നില്ല. അവരാ പൊടിക്കാൻ നടുക്ക് ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കണമല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർ എൻ്റെ ഒരു ഉദ്ദേശം, ഞാൻ അവിടെ നിന്ന് എല്ലാ ദിവസവും കഴിഞ്ഞ് ഒരു 4 ദിവസം ഒന്നര കഴിഞ്ഞാണ് അവർ പുറത്ത് വന്നത്. പിന്നെ അവർ മറ്റേ കൊച്ചു ഡക്ക് ബോട്ടിൻ്റെ 3-ന് വിട്ടത്. പിറ്റേന്ന് വരാൻ പറ്റില്ല, പിറ്റേന്ന് കടലടി ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് 3-ന് ഈ ചെറിയ ബോട്ട് വിട്ടത്. നമ്മളൊരു പ്രതീക്ഷ കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയാണ്, വേറെ ഒരു രീതിയിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ആ ഒരു പ്രതീക്ഷ നമ്മൾ നോക്കുന്നുള്ളൂ. വേറെ ഒരു ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അത്ര ദൈവത്തിന്റെ കയ്യിൽ വിട്ടിട്ട് ഇനി ദൈവം നമുക്കത് തന്നാ കിട്ടും, അല്ലെങ്കിൽ ഇല്ല. അത്ര വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവരുടെ കൂടെ തള്ളി നിങ്ങൾ തന്നെ നോക്കാൻ പറ്റി